സാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്. അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമുമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോലെ ഞാനതിൻ്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിം ലീഗിലെ വഹാബിസം EMS സലാമിന്റെ രൂപത്തിൽ വീണ്ടും തലപൊക്കി സുന്നത്ത് ജമാഅത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗനമായിരിക്കുന്ന മുസ്ലിം ലീഗിലെ സുന്നി ആശയം പേറി നടക്കുന്ന നേതാക്കൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് തന്നെയാണോ മനസ്സിലുള്ളത് എന്ന് സംശയിച്ചു പോവുകയാണ്. എറണാകുളത്ത് വെച്ച് നടന്ന മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയിൽ വെച്ചാണ് EMS സലാം സുന്നികൾക്കെതിരെ പരിഹാസ രൂപത്തിൽ പ്രസംഗിച്ചത്. ഏതെങ്കിലും മുജാഹിദ് വേദിയിൽ വെച്ചായിരുന്നുവെങ്കിൽ നമുക്കിത് ഇത്രത്തോളം പ്രശ്നമാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ വെച്ച് സുന്നികൾക്കെതിരെ പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ സുന്നികൾക്കെതിരെ ഇതുപോലത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ, പല തവണകളായിട്ട് EMS സലാം സുന്നികൾക്കെതിരെ ഇത്തരം പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും മുസ്ലിം ലീഗിലെ ആർക്കും ഒരു എതിരഭിപ്രായമില്ല, അത് തടയാനൊന്നും ആരും ശ്രമിക്കുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിൽ ഭൂരിപക്ഷം സുന്നികളാണെന്ന് EMS സലാമിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ആരുമില്ലാതായതിൽ വളരെയധികം സങ്കടമുണ്ട്. ഇതുപോലെ എന്തെങ്കിലും മുജാഹിദിനെയോ മറ്റ് ബിദ്അഈ പ്രസ്ഥാനങ്ങളെയോ മുസ്ലിം ലീഗിന്റെ വേദിയിൽ വെച്ച് ഏതെങ്കിലും നേതാക്കൾ ആക്ഷേപിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, അവരെ ചെറിയ തോതിലെങ്കിലും ഒന്ന് വിമർശിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ടും ഈ സുന്നികളെ ആക്ഷേപിക്കുന്ന ഈ പ്രവണത മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരുടെ സംസ്ഥാന അധ്യക്ഷനായ സാദിഖലി തങ്ങൾക്കുണ്ടല്ലോ. സാദിഖലി തങ്ങൾ നിലവിൽ സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ കൂടിയാണല്ലോ. തങ്ങളെ ഉപദേശിക്കാനോ തങ്ങളോട് നിർദ്ദേശിക്കാനോ ഒന്നും ഒരു അർഹതയുമില്ലാത്ത ആളാണ് ഞാനൊക്കെ. പക്ഷേ അതിയായ വേദനയുള്ളത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെയാണ് ഇവിടെ പരസ്യമായിട്ട് പരിഹസിച്ചിരിക്കുന്നത്. അതും മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഭൂരിപക്ഷം സുന്നികളുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് സുന്നികൾക്ക് വേദന തോന്നും, അതിനെതിരെ പ്രതികരിക്കും. അത് സ്വാഭാവികം മാത്രമാണ്. ലീഗിൽ വഹാബികൾക്ക് കൂടുതൽ സ്വാധീനം കൊടുത്തത് കാരണം ഒരുപാട് അനുഭവിച്ചവരാണ് കേരളത്തിലെ സുന്നി പ്രവർത്തകർ. ഒറ്റക്കെട്ടായിരുന്ന സുന്നികൾക്കിടയിൽ വിഭാഗീയത ഉടലെടുത്തതും അത് കാരണമാണല്ലോ. ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അതെല്ലാവർക്കും അറിയാം. അത്തരം ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും അത് തുടരാൻ സമ്മതിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് നമുക്കൊക്കെയും വല്ലാത്ത വേദന തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതല്ലാതെ ആരോടും വ്യക്തിപരമായിട്ടോ ഏതെങ്കിലും പ്രസ്ഥാനത്തോട് അടങ്ങാത്ത ദേഷ്യമുണ്ടായിട്ടോ ഒന്നും അല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. സുന്നികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്താൻ EMS സലാമിനെ പോലത്തെ നേതാക്കളെ അഴിച്ചുവിട്ടിട്ട് അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ, അതിനെതിരെ ശക്തമായി പ്രതികരിക്കാതെ, ഇത്തരം പ്രസ്താവന നടത്തുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെയോ അതല്ലെങ്കിൽ പ്രതികരിക്കുന്നവർക്കെതിരെയോ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ തന്നെ സലാമിനെതിരെ ഒരുപാട് പണ്ഡിതന്മാരും സംഘടനാ നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ സ്വന്തം പ്രവർത്തകരുടെ സംഘടനയായ SKSSF സുന്നി യുവജന സംഘം അതിന് ഔദ്യോഗികമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സലാമിനെ തിരുത്തുന്നതിന് പകരം, സലാമിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഇത്തരം പ്രസ്താവന നടത്തുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെയാണ്, പ്രതിഷേധിക്കുന്നവർക്കെതിരെയാണ് പലപ്പോഴും പല ആരോപണങ്ങളും വരാറുള്ളത്. എന്താ പറയാറുള്ളത്? ഇവർ സമൂഹത്തിൽ ഫിത്തനയുണ്ടാക്കുകയാണ്, ഭിന്നത ഉണ്ടാക്കുകയാണ്, അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടാണ് ഈ പ്രതികരിക്കുന്നവർക്കെതിരെ പല നേതാക്കളും രംഗത്ത് വരാറുള്ളത്. പക്ഷെ ഈ പ്രശ്നത്തിന് കാരണക്കാരായ ആൾക്കെതിരെ ഒരു തരത്തിലും ഒരക്ഷരം മിണ്ടുക പോലുമില്ല. ഇവിടെ ആർക്കും ചിന്തിച്ചാലും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ ആരാണ് ഇവിടെ ഫിത്തനയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന്. ആ ഫിത്തനയ്ക്ക് തുടക്കം കുറിച്ച ആൾക്കെതിരെ ഒരു നടപടിയുമില്ല, ഒരു പ്രതിഷേധവുമില്ല. ഇതൊക്കെ കാണുമ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വഹാബികൾക്ക് തീറെഴുതി കൊടുത്തോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. ഒന്നുകിൽ മുസ്ലിം ലീഗ് വഹാബികളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ
മുസ്ലിം ലീഗിനെ മുൻനിർത്തി വഹാബിസം പ്രചരിപ്പിക്കുന്ന നേതാക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ നിസാരമായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇതിന് കടുത്ത വില കൊടുക്കേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രസ്താവന ഇറക്കിയത് അല്ലെങ്കിൽ പ്രസംഗിച്ചു നടക്കുന്നത് മറ്റേതെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ എന്തൊക്കെ പുകിലായിരിക്കും ഇവിടെ ഉണ്ടാകുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുകയാണെങ്കിൽ എത്ര പ്രശ്നങ്ങളായിരിക്കുമെന്ന് നമ്മുടെ നാട്ടിലുണ്ടാവുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് CPM-ന്റെ നേതാവ് അനിൽകുമാർ ഒരു നവനാസ്തികരുടെ വേദിയിൽ വെച്ചിട്ട് ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പ്രസ്താവന നടത്തിയപ്പോൾ അനിൽകുമാറിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും നടന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ നടന്നിട്ടുണ്ട്. അതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. സമസ്തക്കാരും മറ്റു മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ അനിൽകുമാറിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള മുസ്ലിങ്ങൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ എതിർപക്ഷത്തുള്ള ഒരു പാർട്ടി നേതാവ് ഇത്തരം പ്രസ്താവന ഇറക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം പ്രസംഗങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നമ്മൾ കാണുന്നത്. സ്വന്തം പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനോ പ്രതികരിക്കാനോ ആ പാർട്ടിയിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊക്കെ വല്ലാത്ത സങ്കടമുണ്ട്. ആ സങ്കടം തന്നെയാണ് ഇത്തരം വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു മതവിഭാഗത്തെ സമൂഹ മധ്യത്തിൽ പരിഹസിക്കുമ്പോൾ രണ്ട് രീതിയിലല്ലല്ലോ പ്രതികരിക്കേണ്ടത്. അവിടെയും ഇവിടെയും ഒരേ രീതിയിൽ തന്നെയല്ലേ പ്രതികരിക്കേണ്ടത്. രണ്ടും ഒരേ വിഷയം തന്നെയാണ്. ഇത്തരം സ്വന്തം പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ മാത്രം പ്രതികരിക്കാതിരിക്കുകയും എതിർപക്ഷത്തുള്ള പാർട്ടി നേതാക്കൾ പറയുമ്പോൾ മാത്രം പ്രതിഷേധം വരികയും ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? അത് മതത്തിന് വേണ്ടിയിട്ടല്ല, ദീനിനോട് സ്നേഹമുണ്ടായിട്ടല്ല, രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യത്തിന് വേണ്ടിയാണ് അവിടെ മതം ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന സുന്നികളായ മുസ്ലിം ലീഗ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടിയെ തരം താഴ്ത്താനോ അതല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കാനോ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നത് ആരായാലും, അത് മുസ്ലിമീങ്ങളായാലും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളായാലും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും. അതിനെതിരെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും. ഇപ്പൊ ഈ ആധുനിക കാലത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാധ്യമമാണല്ലോ ഈ സോഷ്യൽ മീഡിയ. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു വാക്കുകൊണ്ടുപോലും പ്രതിഷേധിക്കാൻ കഴിയാതെ സലാമിന്റെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പക്ഷേ അവർ നിസ്സഹായരായിക്കൊണ്ട് നിൽക്കുകയാണ്, ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ. എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നോട് ദേഷ്യമുണ്ടാവുമല്ലോ, വെറുപ്പുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടെങ്കിലും നിങ്ങളെ നീതി കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.